പാലക്കാട്ടെ ആദ്യകാല ജ്വല്ലറി ഷോറൂമായ ടി.ബി. റോഡിലെ പോൾ ആലുക്കാസ് ജ്വല്ലറിയുടെ 25ാം വാർഷികം വിപുലമായി ഷോറൂമിൽ ആഘോഷിച്ചു. പോൾ ആലുക്ക, വിനു പോൾ ആലുക്ക, അനു പോൾ ആലുക്ക, ലൂസി പോൾ, മീര വിനു, വിശിഷ്ടാതിഥി അതിഥി രവി, പാലക്കാട് രൂപത മുൻ വികാരി ജനറൽ ഫാദർ ജോസഫ് ചിറ്റിലപ്പള്ളി എന്നിവർ ചേർന്ന് നിലവിളക്കിൽ അഗ്നി പകർന്നാണ് 25ാം വാർഷിക ആഘോഷത്തിന് തുടക്കമിട്ടത്. നേരത്തെ ഫാദർ ജോസഫ് ചിറ്റിലപ്പള്ളി നവീകരിച്ച ഷോറൂമിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പോൾ ആലുക്കാസ് പുറത്തിറക്കുന്ന സ്പാർക്കിൾ ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രത്യേക വിഭാഗം അതിഥി രവി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ വരിക, ഇവിടെ പർച്ചേസ് ചെയ്യുക. ഇത്രയും പാരമ്പര്യമുള്ള 25ാം വാർഷികത്തിന്റെ അനുബന്ധിച്ചാണ് ഈ ഒരു പുതിയൊരു ബ്രാൻഡ് ഡയമണ്ട്സിൽ ആലുക്കാസ് ജ്വല്ലറിയില് ഡയമണ്ട് സെക്ഷനിൽ ഇങ്ങനെ ഒരു സ്പാർക്കിൾ നമ്മൾ പുതിയ ബ്രാൻഡ് ആലുക്കാസ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി എല്ലാവരും ഡയമണ്ടിന് പകരം സ്പാർക്കിൾ എന്ന് പറഞ്ഞ് എല്ലാവരും അറിയട്ടെ, അങ്ങനെ വാങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിന് രൂപയിൽ താഴെ നമുക്ക് ഒരു സെറ്റ്, ഒരു ഡയമണ്ടിന്റെ ഫുൾ സെറ്റാണ് നമുക്ക് ഷോപ്പ് ചെയ്യുന്നത്. അത് വലിയൊരു നല്ലൊരു കാര്യം. 1 ലക്ഷം രൂപ മുതൽക്കുള്ള ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ശ്രേണിയാണ് സ്പാർക്കിൾ. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പോൾ ആലുക്കാസ് ജ്വല്ലറി ഒരുക്കുന്ന സ്വർണ്ണനിധി ഡിജിറ്റൽ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനവും അതിഥി രവി നിർവഹിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്ന ആഴ്ചതോറും 2 പേർക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം നൽകുന്ന പദ്ധതിയിൽ സമ്മാനാർഹരായ 30 പേർക്ക് വിശിഷ്ടാതിഥി അതിഥി രവി സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി. സിൽവർ ജൂബിലിയുടെ ഭാഗമായുള്ള ആനുകൂല്യങ്ങൾ ഏപ്രിൽ 14 വരെ ഷോറൂമിൽ തുടരുന്നുണ്ട്. ബമ്പർ സമ്മാനമായി 5 പവൻ, 2ാം സമ്മാനമായി 2 പവൻ, 1 പവൻ വീതം 10 പേർക്കടങ്ങിയ ബമ്പർ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഏപ്രിൽ 14 നടക്കും. ഇതിനു പുറമെ ഏപ്രിൽ 14 വരെയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സാരി ഉൾപ്പെടെയുള്ള ആകർഷകമായ ഉറപ്പായ നിരവധി സമ്മാനങ്ങളും ഷോറൂമിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. ഷോറൂം മാനേജർമാരായ ജോജു പാലത്തിങ്കൽ, ജോസ് ചുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.